ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഒരു 100 kW സോളാർ ഫോട്ടോവോൾട്ടിക് ഇൻസ്റ്റലേഷന്റെ ബിൽ ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ താഴെ പറയുന്നവ പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് സൈസിങ്ങിന് ശേഷം ഒരു 100 kW സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിന്റെ കമ്പോണന്റ് സെലക്ട് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരു 100 kW സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിന്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ സാധിക്കും. Tools and equipments required: paper, pencil, eraser, scale, AC combiner, HT transformer, hammer, screwdriver set, crimping tool 3 mm മുതൽ 16 mm വരെ, DE double-ended spanner set 6 mm മുതൽ 15 mm വരെ, multimeter, product profiles of solar panels, batteries, array junction box, charge controller, DC disconnectors, AC disconnector, ഇൻവെർട്ടർ. ഇനി കോമ്പണൻസിൻ്റെ സൈസിങ്ങിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. സാമ്പിൾ കാൽക്കുലേഷൻ. ബൾബ് റേറ്റിംഗ് എന്ന് പറയുന്നത് 100 വാട്ട്സ് ആണ്. എന്ന് വെച്ചാൽ 5 ലോഡ്സ് ആണ് അതിലുള്ളത്. 6 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിക്കുന്നു. പവർ കൺസംഷൻ പെർ ലോഡ് എന്ന് പറയുന്നത് 100 വാട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 6 hours ഈസ് ഈക്വൽ ടു 600 വാട്ട് അവേഴ്സ്. ദെൻ 5 ലോഡ്സിൻ്റെ പവർ കൺസംഷൻ എത്രയാവും നോക്കാം. ഈസ് ഈക്വൽ ടു 600 watt hours multiplied by 5 number of loads is equal to 3000 watt hour. ഇനി നമുക്ക് ടോട്ടൽ പവർ കൺസംഷൻ എത്രയാണെന്ന് നോക്കാം. അത് 18280 വാട്ട് അവേഴ്സ് ആണ്. ഇനി നമ്മളിത് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 18280 ഡിവൈഡഡ് ബൈ 1000 is equal to 18.28 യൂണിറ്റ്സ്. കാരണം 1000 വാട്ട് അവേഴ്സ് അല്ലെങ്കിൽ 1 കിലോവാട്ട് അവർ അത് 1 യൂണിറ്റിനോട് തുല്യമാണ്. സോളാർ പാനലിൻ്റെ സൈസിങ്. ഒരു 100 കിലോവാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കോമ്പണൻസിലാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോളാർ പാനൽസ്, ഇൻവെർട്ടർ, ബാറ്ററി ബാങ്ക്. ഒരു 100 കിലോവാട്ടിൻ്റെ പ്ലാൻ കപ്പാസിറ്റിക്കായി റിക്വയർഡ് ആയിട്ടുള്ളത് 20 കിലോവാട്ട് സിസ്റ്റം ടൈപ്പ് 5 യൂണിറ്റ്സ് ആണ്. സോളാർ പാനൽസ് കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു റിസൾട്ടന്റ് വോൾട്ടേജ് കിട്ടാനാണ്. ദാറ്റ് ഈസ് മാക്സിമം വോൾട്ടേജ് VM മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് പാനൽസ് യൂസ്ഡ്. സിസ്റ്റം വോൾട്ടേജ് ഈസ് അത് ഒരു DC വാല്യൂ ഇൻ വോൾട്ട്സ് ആണ്. സെലക്റ്റഡ് ആസ് വർക്കിംഗ് വോൾട്ടേജ് കോമൺ ടു ഓൾ DC കോമ്പണൻസ്. ഒരു സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൽ അതുകൊണ്ട് നമുക്ക് വോൾട്ടേജിൻ്റെ ലെവലിൻ്റെ മിസ്മാച്ച് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. റെക്കമെൻഡഡ് വാല്യൂ ഓഫ് ദി സിസ്റ്റം വോൾട്ടേജ്, അതായത് ഒരു 20 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള പവർ പ്ലാന്റിൻ്റേത് അത് 24 വോൾട്ട് പെർ യൂണിറ്റ് ആയിരിക്കും. അതുപോലെ ഓരോ യൂണിറ്റ് ഓഫ് 20 കിലോവാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റ് മിനിമം 20,000 വാട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് സോളാർ അറേയിൽ നിന്ന്. സോ ഇത് നമുക്ക് അച്ചീവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൂപ്പിംഗ് 80 നമ്പർ ഓഫ് സോളാർ പാനൽസ്, ഓരോന്നിൻ്റെയും വാട്ട് പവർ അതായത് WP is equal to 250 watts. സോളാർ പാനൽ റേറ്റിംഗ് അതായത് മാക്സിമം വോൾട്ടേജ് VM is equal to 30 volts DC ആൻഡ് മാക്സിമം കറണ്ട് എത്രയാണ് IM അത് 8 amperes ആയിരിക്കും. സോ അത് നമുക്ക് 240 വാട്ട് പവർ അതായത് WP അത് അപ്രോക്സിമേറ്റ് മാച്ചിങ് ആയിരിക്കും ടു ദി വാട്ട് പവർ അതായത് WP ഓഫ് 250 വാട്ട്സ്. ഇനി ഓരോ പാനൽ സ്ട്രിങ്ങും ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ പവർ അതായത് 20 കിലോവാട്ട് അത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 30 വോൾട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 18 നമ്പർ ഓഫ് പാനൽസ് അതായത് 2400 വോൾട്ട്സ്. സോ പവർ പ്രൊഡ്യൂസ്ഡ് ആവുന്ന എത്രയാണ് 2400 വോൾട്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ 10 ആംപിയേഴ്സ് ഇസ് ഈക്വൽ ടു 24,000 വാട്ട്സ്. 20 കിലോവാട്ട് പവറിന് നമുക്ക് 80 പാനലാണ് ആവശ്യമായിട്ടുള്ളത്. 4 സ്ട്രിങ്സും നമുക്ക് ആവശ്യമാണ്. ഓരോ സ്ട്രിങ്ങിലും 20 പാനൽസ് വെച്ചായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഒരു 100 കിലോവാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റിന് മിനിമം 1,00,000 വാട്ട് സോളാർ അറേയിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഗ്രൂപ്പിംഗ് ഓഫ് 5 നമ്പേഴ്സ് ഓഫ് 20 കിലോവാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് അതായത് 100 കിലോവാട്ട് പവറിനായി 400 പാനൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി സെലക്ഷനും ഇൻവെർട്ടറിൻ്റെ സൈസിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ഇൻവെർട്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ടാണ്. കൂടാതെ ടെക്നോളജി,
അലൗഡ് പവർ ലോഡ്, ബാറ്ററീസ് ആവശ്യമായത്, സോളാർ പാനൽ വോൾട്ടേജ്, കൂടാതെ സോളാർ പാനൽ കറണ്ടും. ഇൻവെർട്ടർ സ്പെസിഫിക്കേഷൻസ് നോക്കാം. DC ഇൻപുട്ട് റേഞ്ച്, AC ഔട്ട്പുട്ട് അതായത് വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട്, വോൾട്ടേജ് ആംബിയർ അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംബിയർ, പവർ ഫാക്ടർ. ഫോർ പവർ ഫാക്ടർ PF is equal to 0.8 1000 വാട്ട്സ്, അതെത്രയാണ്? is equal to 1250 വോൾട്ട്സ് ആംബിയേഴ്സ്. വേവ് ഫോം സൈനോസൈഡൽ, സ്ക്വയർ വേവ്, ക്വാസി സൈൻ വേവ്. ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് is equal to 400 വോൾട്ട് AC, 50 ഹർട്സ്, കൂടാതെ അത് 3 ഫേസുമായിരിക്കും. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 കിലോ വാട്ട് ആയിരിക്കും. DC ഇൻപുട്ട് ഫോർ ഇൻവെർട്ടർ എന്ന് പറയുന്നത് 450 വോൾട്ട് ആയിരിക്കും, അപ് ടു 850 വോൾട്ട്സ് DC, 30 ആംപിയേഴ്സ്, കൂടാതെ 2 ചാനൽസും. ഇനി ഒരു 100 കിലോ വാട്ട് SPVക്കായി 5 ഇൻവെർട്ടറും കൂടാതെ 2 ചാനൽസുമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഇൻവെർട്ടേഴ്സ് കണക്റ്റഡ് ആയിരിക്കുന്നത് ടു ആൻ AC കമ്പൈനറിലേക്കാണ് ടു ജനറേറ്റ് 100 കിലോ വാട്ട് ത്രൂ HT ട്രാൻസ്ഫോമർ. ബാറ്ററീസിൻ്റെ സൈസിങ് നോക്കാം. ഒരു ബാറ്ററിയുടെ സൈസ് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സിസ്റ്റം വോൾട്ടേജ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. സിസ്റ്റം വോൾട്ടേജ് കൺസിഡർ ചെയ്യപ്പെടുന്നത് 24 വോൾട്ട് ആയിട്ടായിരിക്കും. ഒരു ബാറ്ററിയുടെ യൂണിറ്റ് സൈസ് എന്ന് പറയുന്നത് 12 വോൾട്ട്സ് ആയിരിക്കും. ദെൻ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി ബേസ് ചെയ്ത് പ്രിഫർ ചെയ്യപ്പെടുന്ന വാല്യൂവിനനുസരിച്ച് നമുക്ക് ഇതിനെ ഗ്രൂപ്പായി തിരിക്കാൻ സാധിക്കും. സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ആയിട്ടോ ചെയ്യാൻ സാധിക്കും. ഇൻവെർട്ടർ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 450 വോൾട്ട്സ് മുതൽ 850 വോൾട്ട്സ് DC വരെയാണ്. 30 ആംപിയേഴ്സ് മാക്സിമം ആണ്. സോ ബാറ്ററി ബാങ്കിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട്സ് ആയിരിക്കും, 20 ആംപിയേഴ്സ് DC പെർ ചാനൽ. ഓരോ ബാറ്ററിയുടെയും റേറ്റിംഗ് എന്ന് പറയുന്നത് 12 വോൾട്ട് DC ആൻഡ് 20 ആംപിയർ അവേഴ്സ് ആണ്. സോ 12 × 25 is equal to 300 വോൾട്ട്സ്. 300 വോൾട്ട്സ് DC ലഭിക്കാനായി നമുക്ക് എത്ര ബാറ്ററീസാണ് ആവശ്യമെന്ന് നോക്കാം. 300 ഡിവൈഡഡ് ബൈ 12, അതായത് 25 എണ്ണമാണ് ഒരു ചാനലിൽ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ 4 ചാനൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി 20 കിലോ വാട്ട് പവർ 4 ബാറ്ററി ബാങ്കിന്, അതായത് ടോട്ടൽ ഓഫ് 100 നമ്പർ ഓഫ് ബാറ്ററീസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഫോർ 100 കിലോ വാട്ട് നമുക്കറിയാം 5 ബാങ്ക്സ് ആണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബാറ്ററീസിൻ്റെ എണ്ണം 500 എണ്ണമായിരിക്കും. ഇത് ഒരു സീരീസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട് DC പെർ ചാനലാണ്. അതുപോലെ 5 ബ്രാഞ്ചസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ടോട്ടൽ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 20 ആംപിയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 600 വോൾട്ട്സ് is equal to 12,000 വാട്ട് പെർ ബാറ്ററി ബാങ്ക്. സോ 2 ബാറ്ററി ബാങ്കിനായിട്ട് പവർ റേറ്റിംഗ് എത്രയായിരിക്കും? 2 × 12,000 വാട്ട്സ് is equal to 24,000 വാട്ട്സ്. ടു ഗെറ്റ് 20 കിലോ വാട്ട് പവർ, സോ 100 കിലോ വാട്ട് കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 5 ബാങ്ക്സ് ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇനി 100 കിലോ വാട്ട് SPVക്കായി 10 മൾട്ടിപ്ലൈഡ് ബൈ 5 × 2 അത്രയും ബാറ്ററി ബാങ്ക്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു 100 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് ഇൻസ്റ്റലേഷന് ആവശ്യമായ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 100 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് പ്ലാന്റ് മിനിമം 1,00,000 വാട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് ബൈ സോളാർ അറേ. ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഗ്രൂപ്പിങ്ങിലൂടെ നമുക്ക് സാധ്യമാണ്. ബൈ ഗ്രൂപ്പിംഗ് 5 നമ്പർ ഓഫ് 20 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക്സ്. ഒരു 20 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് പ്ലാന്റ് സേ മിനിമം 20,000 വാട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് ത്രൂ സോളാർ അറേ. ഇനി ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബൈ ഗ്രൂപ്പിംഗ് ഓഫ് 80 നമ്പേഴ്സ് ഓഫ് സോളാർ പാനൽസ്, ഓരോന്നിൻ്റെയും വാട്ട് പവർ WP അത് 250 വാട്ട്സ് ആയിരിക്കും. ഇനി 5 ബ്രാഞ്ചസ് ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടു ഗെറ്റ് 100 കിലോ വാട്ട് പവർ. ഒരു സോളാർ അറേക്ക് 4 സ്ട്രിംഗ് പാത്സ് ആയിരിക്കും ഉണ്ടാവുക. 20 പാനൽസിൻ്റെ സീരീസ് ആയിട്ടായിരിക്കും. എല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് പാരലൽ ആയിട്ടായിരിക്കും ടു ഗെറ്റ് 20,000 വാട്ട് അറേ ഔട്ട്പുട്ട്. ഇതിൻ്റെ സ്ട്രിംഗ് വോൾട്ടേജ് 600 വോൾട്ട് ആയിരിക്കും. പക്ഷേ സിംഗിൾ അറേ ജംഗ്ഷൻ ബോക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 600 വോൾട്ടാണ്, 15 ആംപിയേഴ്സ്. നമുക്ക് മാക്സിമം വോൾട്ടേജ് അതായത് VM അത് 30 വോൾട്ടാണ്. മാക്സിമം കറണ്ട് അതായത് IM അത് 10 ആംപിയേഴ്സ് ആണ്.
ബാറ്ററി ബാങ്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VDC ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി 15 ബാറ്ററീസ് ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഓരോന്നും 12 വോൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ 4 ബ്രാഞ്ചസിലായിട്ട് 60 ബാറ്ററീസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി സോളാർ DC ഇൻപുട്ട് റേഞ്ച് ഫോർ PCU അല്ലെങ്കിൽ ഇൻവെർട്ടർ അത് എത്രയായിരിക്കണം? 450 വോൾട്ട് മുതൽ 850 വോൾട്ട് DC അറ്റ് 30 ആംപിയേഴ്സ്. സോ പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് 400 വോൾട്ട്സ്, 50 ഹെർട്സ്, 3 ഫേസ്, 20 കിലോ വാട്ട്സ് എന്ന് വെച്ചാൽ 5 ബ്രാഞ്ചസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇനി സിംഗിൾ ലൈൻ ഡയഗ്രാം. ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം ഡെവലപ്പ് ചെയ്യാനായി, അതായത് ഒരു 100 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് പ്ലാന്റിന് വേണ്ടി SLD ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാമാണ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കോമ്പണൻസും അതിൻ്റെ പാർട്സുമാണ്. സോ 20 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് സിസ്റ്റം വിത്ത് 5 ചാനൽസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി എങ്ങനെയാണ് ഡിഫറെൻറ്റ് കോമ്പണൻസ് കണക്റ്റഡ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. 20 സോളാർ പാനൽസ് ഈച്ച് ഓഫ് 250 വാട്ട് പവർ ആൻഡ് 30 VM അതായത് മാക്സിമം വോൾട്ടേജ്, 10 IM അതായത് മാക്സിമം കറണ്ട്, ഇതെല്ലാം ഒരു സീരീസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും ആസ് 1 സ്ട്രിങ്. അരേ ജംഗ്ഷൻ ബോക്സ് 1ലേക്ക് അത്തരം 2 സ്ട്രിങ്സ് ആയിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത് ത്രൂ DC ഡിസ്കണക്ടർ 1. 20 സോളാർ പാനൽസ് ഈച്ച് ഓഫ് 250 വാട്ട് പവർ ആൻഡ് 30 VM അതായത് മാക്സിമം വോൾട്ടേജ്, 10 IM അതായത് മാക്സിമം കറണ്ട് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആസ് 1 സ്ട്രിങ്. അത്തരം 2 സ്ട്രിങ്സ് ആയിരിക്കും അരേ ജംഗ്ഷൻ ബോക്സ് 2വുമായി കണക്റ്റഡ് ആയിരിക്കുന്നത് ത്രൂ DC ഡിസ്കണക്ടർ 2. 80 സോളാർ പാനൽസ് ആണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അരേ ജംഗ്ഷൻ ബോക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 വോൾട്ട് അറ്റ് 30 ആംപിയേഴ്സ് ആയിരിക്കും. അരേ ജംഗ്ഷൻ ബോക്സസ് ചാർജ് കൺട്രോളറുമായി കണക്റ്റഡ് ആയിരിക്കും ത്രൂ DC ഡിസ്കണക്ടർ. ഒരു ചാർജ് കൺട്രോളർ ബാറ്ററി ബാങ്കുമായി കണക്റ്റഡ് ആയിരിക്കും ത്രൂ എ DC ഡിസ്കണക്ടർ. ബാറ്ററീസ് കണക്റ്റഡ് ആയിരിക്കുന്നത്, അതായത് 100 ബാറ്ററീസ് ആയിരിക്കും ഒരു സീരീസിൽ കണക്റ്റഡ് ആയിരിക്കുന്നത്. ഈ ബാറ്ററി ബാങ്കിൽ ബാറ്ററീസ് കണക്റ്റഡ് ആയിരിക്കുന്നത് സീരീസ് ആയിട്ടായിരിക്കും റിക്വയർഡ് ബൈ ദി ഇൻവെർട്ടർ വോൾട്ടേജ് ഇൻപുട്ട് ത്രൂ DC ഡിസ്കണക്ടർ. അതായത് 450 മുതൽ 850 വോൾട്ട് DC, 30 ആംപിയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻപുട്ട്സ്. ഇൻവെർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഔട്ട്പുട്ട് പവർ ഓഫ് 400 വോൾട്ട്സ്, 50 ഹെർട്സ്, 3 phase AC power by taking DC power from the battery bank. ഇൻവെർട്ടർ ഔട്ട്പുട്ട് പവർ AC കമ്പൈനറിലേക്കാണ് എത്തുന്നത്. ST ട്രാൻസ്ഫോമർ ആൻഡ് ലോഡ്സ് ത്രൂ 3 AC ആൻഡ് DC ഡിസ്കണക്ടർ. 4 ഒരു 100 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് പവർ സിംഗിൾ ലൈൻ ഡയഗ്രാം കണക്ട് ചെയ്യേണ്ടത് 5 നമ്പേഴ്സ് ഓഫ് 20 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക്സ് ആണ് to the HT ട്രാൻസ്ഫോമർ ത്രൂ AC കമ്പൈനർ. HT ട്രാൻസ്ഫോമർ കണക്റ്റഡ് ആയിരിക്കുന്നത് AC ലോഡ്സിലേക്കാണ് ത്രൂ AC ഡിസ്കണക്ടേഴ്സ്. ബിൽ ഓഫ് മെറ്റീരിയൽസ്. ഇൻഡിവിജ്വൽ കോമ്പണൻസ് റിക്വയർഡ്, അതായത് ഒരു 100 കിലോ വാട്ട് സോളാർ ഫോട്ടോ വോൾട്ടേക് ഇൻസ്റ്റലേഷൻ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോമ്പണൻസ്. സോളാർ പാനൽസിൻ്റെ എണ്ണം നോക്കാം. 400 ഇൻവെർട്ടർ 5, ബാറ്ററി ബാങ്ക് 500 എണ്ണം, അരേ ജംഗ്ഷൻ ബോക്സ് 10 എണ്ണം, ചാർജ് കൺട്രോളർ 10 എണ്ണം, DC ഡിസ്കണക്ടേഴ്സ് 40 എണ്ണം, AC ഡിസ്കണക്ടർ 15 എണ്ണം, സ്യൂട്ടബിൾ കേബിൾസ് ആവശ്യത്തിന്, AC കമ്പൈനർ വിത്ത് 4 ചാനൽ ഇൻപുട്ട് 1, ST ട്രാൻസ്ഫോമർ 1. സോളാർ കേബിളിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത്. MC4ൻ്റെ കണക്ടർ സ്പെസിഫിക്കേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റീക്യാപ്പ്. ഈ സെഷനിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെ സൈസിങ്ങിന് ശേഷം ഒരു 100 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക്കിൻ്റെ കമ്പോണൻറ്റ് സെലക്ട് ചെയ്യാമെന്നും എങ്ങനെ ഒരു 100 കിലോ വാട്ട് സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാമെന്നും പഠിച്ചു. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു സെഷനിൽ വീണ്ടും കാണാം. നന്ദി.